കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് നമ്മൾ 6:30 ഫ്ലൈറ്റിൽ പോകുന്നതാണ്. കൊച്ചി. അപ്പൊ നമ്മൾ കണ്ണൂർ. ഞാൻ കൊച്ചി. ഇന്ന് നൈറ്റ് 8:30 നമ്മൾ കേരളം. ഞാൻ കൊച്ചി. ഞാൻ 8. ഞാൻ 11:35. ഹായ് ഗൈസ്, എല്ലാവരും എനിക്കെന്നെ പോട്ടെ. അപ്പൊ നമ്മൾ അപ്പം നമ്മൾ കുറേ മാസത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ജീവിതത്തിന് ശേഷം ഇന്ന് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഫുള്ള് ഇരുന്ന് കാണാം. ഈ വീഡിയോ എന്താ ഇത്രയും ലാഗായിട്ട് ഇറക്കിയെന്ന് വെച്ചാൽ, ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്ക് പനി പിടിച്ചു. പിന്നെ എൻ്റെ ഒച്ച പോയി. ഇപ്പോഴും ഞാൻ അതേ ശബ്ദം വെച്ചിട്ടാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഒച്ച മാറുന്നേ നോക്കിയിരിക്കുവാണെങ്കിൽ ഇതൊരു 1 മാസം കഴിഞ്ഞിട്ട് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ ഇത് അപ്ലോഡ് ആക്കുന്നത്. എൻ്റെ ഫ്ലൈറ്റ് വന്നിട്ട് ജൂൺ 26 മോർണിംഗ് 6:40 ഞങ്ങളൊരു 9 പേരുണ്ടായിരുന്നു. അന്ന് അതേ ദിവസം അതേ ഫ്ലൈറ്റിൽ പോകുന്നത്. ഹോസ്റ്റലിൽ നിന്ന് ഒരു 2-2:30 ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ സൈൻ എല്ലാം ചെയ്ത് ഇറങ്ങിയതിന് ശേഷം 3 ക്യാബ് ഓടിച്ചിട്ടാണ് നമ്മൾ നേരെ എയർപോർട്ടിൽ എത്തിയത്. എയർപോർട്ടിൽ പിന്നെ ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമിൽ നല്ല ലാഗായിരുന്നു. ഞങ്ങളുടെ ക്യൂവിൻ്റെ മുമ്പിൽ നിന്ന് 2 ചേട്ടന്മാരുടെ രജിസ്ട്രേഷൻ സ്ലിപ്പ് എക്സ്പയർഡ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ ആ ക്യൂവിൽ പിടിച്ചു നിർത്തി. അതുകൊണ്ട് പുറകിലുള്ളവരെല്ലാവരും അത് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഒരു 1 ഹവറോളം നമുക്ക് അവിടെ ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതും ബസ്സിൽ. ഇത് ഷട്ടർ ബസ്സാണ്. നമ്മളുടെ ഫ്ലൈറ്റ് കുറച്ച് ദൂരത്തോട്ട് മാറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ബസ്സിൽ കൊണ്ട് അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് സെൻട്രൽ ആയിരുന്നു. അത് നമുക്ക് ഡൽഹി വരെ ഉള്ളൂ. എനിക്കതിൽ കിട്ടിയ സീറ്റ് വന്നിട്ട് മിഡ് സീറ്റ് ആയിരുന്നു. അത് വേറെ എവിടെയൊക്കെയാണ് കിട്ടിയത്, വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ. അവിടുന്ന് ഞാൻ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു നൈഷയുടെ. നൈഷയുടെ സീറ്റിൽ വിൻഡോ സീറ്റിലിരുന്നത് ഒരു അപ്പൂപ്പനായിരുന്നു. ആ അപ്പൂപ്പനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു വിൻഡോ സീറ്റ് എനിക്ക് തരുമോന്ന്. അങ്ങനെ അപ്പൂപ്പൻ ചിരിച്ചോട് മാറി തന്നു. ഞാൻ കിടന്ന് കെഞ്ചുന്ന കണ്ടിട്ട് ഈ പ്ലാൻ എപ്പോഴും വർക്കാവണമെന്നില്ല. ഇങ്ങനെ വിൻഡോ സീറ്റിൽ ഏതെങ്കിലും അപ്പൂപ്പനോ അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറിത്തരും. ഇനി വല്ല ചേട്ടനോ ചേച്ചിയൊക്കെ ആണെങ്കിൽ അവർക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് അവരൊരിക്കലും മാറിത്തരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊക്കെ നമുക്ക് ആപ്ലിക്കബിൾ ആക്കാം. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫുഡായിട്ട് വന്നത് ഒരു സാൻഡ്വിച്ചും പിന്നെ വാട്ടറുമായിരുന്നു. സാൻഡ്വിച്ചിനകത്ത് ഒരു ബണ്ണിൻ്റെ അകത്തൊരു ചീസ് പിന്നെ ഒരു കുക്കുംബർ, ഇത്രേ ഉള്ളൂ. അത് പിന്നെ എനിക്കെന്തോ ചിക്കൻ ഫ്ലേവർ ആ ചീസിൽ അടിച്ചുകൊണ്ട് ഞാൻ ഫുഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഫ്രണ്ട്സിനൊന്നും നല്ല അഭിപ്രായമല്ലായിരുന്നു. ഞാൻ പിന്നെ വിശന്നിരിക്കുന്നതുകൊണ്ട് അതങ്ങ് കഴിച്ചേച്ചു. ആദ്യത്തെ ഫ്ലൈറ്റ് 6:40 ആയതുകൊണ്ട് തന്നെ അത് ആകാശത്തുള്ള സമയമെല്ലാം നല്ല വെയിലായിരുന്നു. സൂര്യൻ ഉച്ചയിലായിരുന്നു വന്ന് ഉദിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു, സാഹസം എന്നും പറഞ്ഞുകൊണ്ട്. അത് തുടങ്ങി 1 മിനിറ്റ് ആയപ്പോൾ തന്നെ ഞാനത് ഓഫാക്കി വെച്ചു. എനിക്ക് തലയൊക്കെ കൂടി ഇങ്ങനെ വെട്ടി പൊളക്കുന്നു വെയിലടിച്ചിട്ട്. പിന്നെ ഞാൻ വിൻഡോ കുറച്ച് അടച്ചിട്ടിട്ട് മാറിക്കിടന്ന് ഉറങ്ങി. അങ്ങനെ ഞാൻ ആ ഇരിപ്പിൽ ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കിയിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് ഡൽഹി എത്തിയപ്പോഴാണ്. ഇന്ത്യയുടെ ബോർഡർ കഴിഞ്ഞത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കാരണം കണ്ടില്ലേ, ഫുള്ള് പച്ചപ്പും പരിതാപകരമായിട്ടുണ്ടായിരുന്നു ചെന്നിറങ്ങിയപ്പോൾ തന്നെ. സത്യത്തിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് അവിടെ എത്തേണ്ട ടൈം രാവിലെ 11 മണിക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിയത് 10 മണിക്കായിരുന്നു. 1 മണിക്കൂർ നേരത്തെ എത്തി. അതിലിപ്പോൾ സന്തോഷിക്കാൻ വേണ്ടി ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റ് വന്നിട്ട് വൈകിട്ട് 5 മണിക്കായിരുന്നു. രാവിലെ 6:40 ഫ്ലൈറ്റ് പിടിച്ചിട്ട് നമ്മളൊരു 9:50 ആയപ്പോൾ നമ്മൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 5:10 വൈകിട്ടാണ് നമുക്ക് അടുത്ത ഫ്ലൈറ്റ്. അതോടെ നമ്മൾ ഇവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് അടുത്ത ഫ്ലൈറ്റിന് പോകുന്നത്. അതപ്പോൾ രാത്രി ഒരു 9 മണിക്കുള്ളിൽ നമ്മൾ എറണാകുളം എത്തുന്നതായിരിക്കും. നമുക്ക് ബാക്കി ഡൽഹി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാം. ഇനി ഒരു 5-6 മണിക്കൂർ നമുക്ക് ഡൽഹി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഇമിഗ്രേഷൻ്റെ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ വാട്ടർ ബോട്ടിൽ കളഞ്ഞ കൂട്ടത്തിൽ അറിയാതെ അതും കൂടെ കൊണ്ട് ഡസ്റ്റ്ബിനിൽ ഇട്ടു. പിന്നെ വീണ്ടും ആ ഫോം ഒന്നും കൂടെ പോയി കളക്ട് ചെയ്തിട്ട് അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആദ്യം നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ നമുക്ക് വഴിയും അറിയത്തില്ല. പിന്നെ ക്യാബ് വിളിച്ച് എത്താനും കുറേ നേരമൊക്കെ എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്ക് എയർപോർട്ടിൻ്റെ അകത്ത് ഫുഡ് കഴിക്കാൻ നേരത്തെ. ഒരു ബിരിയാണിക്കൊക്കെ ഒരു 400 അടുത്ത് എത്തുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് സ്പ്ലിറ്റ് ആവായിരുന്നു. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ടെർമിനലിലായിരുന്നു അടുത്ത ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 9 പേരായിട്ട് വന്ന ഞങ്ങൾ 5 പേരായിട്ട് ലാസ്റ്റ് മാറി. ഞങ്ങൾ 5 പേര് ഒരേ ഫ്ലൈറ്റിലായിരുന്നു കൊച്ചിയിൽ ചെന്നിറങ്ങിയത്. പിന്നെ ഒരാൾ ഒറ്റയ്ക്കാണ് കൊച്ചിയിൽ പോയത്. 2 പേര് ട്രിവാൻഡ്രം, പിന്നെ ഒരു കുട്ടി കണ്ണൂരുമായിരുന്നു.
അങ്ങനെ അവരോടെല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അടുത്ത ഫ്ലൈറ്റ് ചെക്ക് ഇൻ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അടുത്ത ഫ്ലൈറ്റ് വന്നിട്ട് ഇൻഡിഗോ ആയിരുന്നു. ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് താഷ്കന്തിൽ നിന്ന് ഡൽഹി വരെ 23+8 kg ഉണ്ടായിരുന്നു. അവിടുന്ന് എറണാകുളം വരെ ഇൻഡിഗോയിൽ നമുക്ക് വെറും 15 കിലോ + 7 kg ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 23 kg ഉള്ള പെട്ടിയിൽ 15 കിലോ ആണ് നമ്മൾ ആദ്യമൊക്കെ എടുത്തത്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ നേരം ഡൽഹി എയർപോർട്ടിൽ പിന്നെ ഒരു ലോങ് വെയിറ്റിംഗ് ആയിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ഫുള്ള് ടയേർഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരുന്നുറങ്ങി കിടന്നുറങ്ങി പല ടൈപ്പിലുള്ള ഉറക്കങ്ങളായിരുന്നു. കാരണം നമുക്ക് ഒട്ടും പറ്റുന്നില്ല, നല്ലോണം എല്ലാവരും ടയേർഡായി അവിടെ ഇരുന്ന്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫൈനലി നമ്മളുടെ ഇൻഡിഗോ ഫ്ലൈറ്റിലോട്ട് നമ്മൾ ചെന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഫ്ലൈറ്റിൽ എനിക്ക് മിഡിൽ സീറ്റ് ആയിരുന്നു കിട്ടിയത്. പിന്നെ ഞാൻ അപ്പുറത്തിരിക്കുന്ന ഒരു കൊച്ചായതുകൊണ്ട് ചോദിക്കാനൊന്നും പോയില്ല, ഞാൻ മിഡിൽ സീറ്റിൽ തന്നെ അവിടെ ഇരുന്നു. പിന്നെ എനിക്ക് ഫ്ലൈറ്റിലൊക്കെ പോകുന്നവരോട് മെയിനായിട്ട് പറയാനുള്ള കാര്യം, ഈ സ്പോട്ടിഫൈ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് മ്യൂസിക്കൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോൾ നെറ്റ് കിട്ടില്ല, സ്പോട്ടിഫൈ കിട്ടില്ല, നമ്മളവിടെ നിന്ന് 3G ആവും. അങ്ങനെ കൊച്ചിൻ എയർപോർട്ട് എത്തിയിട്ട് അവിടെ നിന്ന് പെട്ടിയൊക്കെ ആയിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ കണ്ട് എൻ്റെ അമ്മയും അച്ഛനും എയർപോർട്ടിൻ്റെ പുറത്ത് ഫോണൊക്കെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവർ ഞാൻ ഇറങ്ങി വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല, അതുകൊണ്ട് ഇവർ വീഡിയോ ഓണാക്കിയില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ടും എയർപോർട്ടിൻ്റെ അകത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നടന്നു പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ പോകുന്നതാണ് ഞാനെന്ന്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ആദ്യം കയറിയത് മന്തി ഷോപ്പിലായിരുന്നു. അത് മസ്റ്റാണ്. ഞാൻ പറഞ്ഞ് അവരെ വെറുപ്പിച്ചിട്ട് അവരെനിക്ക് മന്തി വാങ്ങിച്ച് തന്നായിരുന്നു. വീട്ടുകാർക്കും എന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല. പിന്നെ എൻ്റെ പ്രതീക്ഷ ഫുള്ള് എൻ്റെ പട്ടിക്കുട്ടികളെയായിരുന്നു. ആർക്കെങ്കിലും എന്നെ മനസ്സിലാവുമെന്ന് ഓർത്തു. പക്ഷേ എൻ്റെ പ്രതീക്ഷ അവിടെയും തെറ്റി. ഞാൻ ആറ്റുനോറ്റി വീട്ടിൽ ചെന്നപ്പോൾ ഇവരെന്നെ നോക്കി കുരയ്ക്കുന്നു, എൻ്റെ അടുത്തോട്ട് പോലും വരുന്നില്ല. പിന്നെ എൻ്റെ രോദനമായിരുന്നു അവിടെ ഫുള്ള്. ഇവിടെ വന്നപ്പോൾ ഈ സാധനത്തിനൊന്നും എന്നെ ഓർമ്മയില്ല. ഇതിന് കണ്ടിട്ട് ഓടി നടക്കുന്നു. ഓർമ്മയില്ലാത്ത മന്ദബുദ്ധി. എണിച്ചു പോയി എൻ്റെ കട്ടിലേന്ന്. ചെസ് നമ്പർ 2 അടുത്ത കാണാല്ലേ റോസി. എന്താടി നിനക്കെന്നാ ഓർമ്മയില്ലടി? പറയടി, ഓർമ്മയില്ലടി നിനക്കെന്നാ? എടി ഓർമ്മയില്ലടി നിനക്കെന്നാ? ഇതിൻ്റെ എല്ലാം ബ്രീഡ് പൂടെല്ലാം അടിച്ചുളഞ്ഞാണ്. ഓർമ്മയില്ല ഇന്ന്. എന്നെ കണ്ടപ്പോൾ മനസ്സിലാവാത്ത പോലെ നിന്ന 2 എണ്ണം എൻ്റെ പെട്ടി തുറന്ന് അതിലെ മിഠായിയൊക്കെ എടുത്ത് പുറത്തിടുന്ന കണ്ടപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ പുറകെ നിന്ന് മാറുന്നില്ല. പിന്നെ അപ്പോഴാണ് അവർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഞാനാണ് ഇവരെ വളർത്തി ഇത്രയും വലുതാക്കിയതെന്ന്. പിന്നെ വന്നപ്പോൾ മനസ്സിലാവാഞ്ഞ 2 വാഴകൾ ഞാൻ കൊണ്ടുവന്ന് മിഠായി കൊടുത്തപ്പോൾ ഇതോ എൻ്റെ ബെഡേ കയറിയിരിക്കുന്നു. എന്താ? ഗുഡ് നൈറ്റ്, ബൈ ബൈ. ഇനിച്ചും ബൈ ബൈ. പോയി കിടന്നുറങ്ങ്. പോയി കിടന്നുറങ്ങ്. ഇല്ല, ഇനി ചെയ്യൂല ഞാൻ. നീ അവിടെ നിന്ന് താണത്തുള്ളു. അപ്പം എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.